കൂട്ടുകാരെ, നമുക്ക് ഇന്നിതാ അഗസ്റ്റിപ്പൂ പറിക്കാം. ഇതാ മഴയായ അത്രയൊക്കെ തൊഴിഞ്ഞ് മൂട്ടിലൊക്കെ വീഴാണ്. പിന്നെ സമയത്ത് ഇറങ്ങി പറിക്കാനൊക്കാത്തതിൽ എൻ്റെ പൂവെല്ലാം വാടിയൊക്കെ പോയി. എന്തായാലും അതിനെ ഇന്ന് പറിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ആണ് ഇത്. ഞാൻ 50 രൂപ കൊടുത്താണ് ഒരു അഗസ്റ്റി മുരിങ്ങ വാങ്ങി നട്ടതാണ്. അത് നട്ടിട്ട് 6 മാസമായി. ഇത് കണ്ട പൂ. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പൂ എടുക്കാനും കാണും, ബാക്കി കൊടുക്കാനും കാണും. അത്രയ്ക്ക് പൂക്കും ഇത്. ഇത് പഴുത്ത് തൊഴിഞ്ഞ് മൂട്ടിൽ വീഴുന്നു. വാടി, പഴുത്തല്ല, വാടി തൊഴിഞ്ഞ് മൂട്ടിൽ വീഴുന്നു. മഴ ആയതുകൊണ്ട് വെളിയിലിറങ്ങാനും ഇത് നോക്കാൻ പോലും പറ്റണില്ല. മഴ നേരത്തെ ഇത് നിന്ന പൂ കണ്ട അഴുകി പോയി. ഒന്നും പറിക്കാൻ പറ്റിയില്ല. മഴയായതുകൊണ്ട് എനിക്ക് വെളിയിറങ്ങാനൊന്നും, ഇന്നലെയൊക്കെ പറിക്കേണ്ട പൂവായിരുന്നു, വാടിപ്പോയി. എല്ലാം വാടി നിൽക്കുകയാണ്. ഇത് കണ്ട. ഒരു 2 ദിവസത്തിലൊരിക്കൽ നമുക്കൊരു കറിക്കുള്ളത് കിട്ടും. ഒരു വിഴുക്ക് വരട്ട, അല്ലെങ്കിൽ 2 മുട്ടയും കൂടെ ഇട്ട് ഒരു ചെറിയൊരു തോരൻ വയ്ക്കാം. എല്ലാം കൂടെ ഒത്ത് അടിയിൽ നിന്നതെല്ലാം തറയിൽ തട്ടി ഇല്ലാതായിപ്പോ. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഓരോ മൂടൊക്കെ നമ്മളെ വീട്ടിൽ നട്ട് വളർത്തണം. ഇത് ഇപ്പോഴും പൂ കുറവാണ്. പൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം കിട്ടും. ദിവസം കറി വയ്ക്കാം. എനിക്ക് വേറൊരു മൂട് കൂടെ ഉണ്ട്. അത് പിന്നീടാണ്, ഇത് കഴിഞ്ഞാണ് ഇത് നട്ടത്. ഇത് 6 മാസം ആയില്ല, അത് പൂ വന്നില്ല. മുട്ടുകളൊക്കെ വരാനായിട്ട് ആരംഭമാണ്. ചെറിയ മുട്ട് വരണതേ ഉള്ളൂ. 2 ആഴ്ച കഴിയുമ്പോൾ അതും ആവും. ഇതുപോലെയൊക്കെ നട്ടിട്ടിരുന്ന നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടും. ഇതിലൊന്നും വലിയ ജോലിയൊന്നുമില്ല. ഇത് അടിവളം മാത്രം ഇത്തിരി ചാണകപ്പൊടിയും കരിയിലയൊക്കെ ഇട്ടാണ് ഞാൻ നട്ടേക്കണത്. എൻ്റെ മുളകുകളൊക്കെ കണ്ട. ഇനി ഞാൻ ഇത് നോക്കണത് എൻ്റെ വെള്ള അഗസ്റ്റിയാണ്. ഇത് വെള്ള അഗസ്റ്റിയാണ് ഈ നിൽക്കുന്നത്. ഇതിൽ ഞാൻ ലെയർ ചെയ്ത് എൻ്റെ വലിയ വെള്ള അഗസ്റ്റിയിൽ ലെയർ ചെയ്ത് തൈ എടുത്തതാണ്. അത് സീസൺ ആയാലേ പൂക്കുള്ളൂ. അത് എപ്പോഴും പൂ കാണില്ല. എന്നാൽ അടുത്ത സീസണാകുമ്പോൾ നിറച്ച് പൂ കാണും. എനിക്ക് വലിയ അഗസ്റ്റി ഉണ്ട്. ഇതുപോലെയൊക്കെ നമ്മൾ ആവശ്യത്തിന് നട്ട് വയ്ക്കണം. മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ്. ഇതുപോലെ എല്ലാവരും നട്ട് വെച്ചേക്കണം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നല്ല ഒരു മുരിങ്ങയാണ്. ഇത് കണ്ട എൻ്റെ മുല്ലമൊട്ട് മുളക്. ഇതാണ് മുല്ലമൊട്ട് മുളകാണ്. പാൽക്കാന്താരി നിറച്ചുണ്ട്. ഇതെല്ലാം നമ്മളെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ളതാണ്. അത് നട്ട് വയ്ക്കണം. വെണ്ടയ്ക്ക് ഞാൻ നേരത്തെ ഇന്ന് കറിക്കുള്ളത് കിട്ടി. ഇനിയിപ്പം നാളെ മുളക് പറിക്കാം. നാളെ ആകുമ്പം പറിച്ചെടുക്കാം. പിന്നെ ഓണത്തിനേക്കുള്ള സൂര്യകാന്തി. മഴയായതുകൊണ്ട് തന്നെ അതിലും പൂവൊക്കെ കുറവാണ്. പൂ പറിക്കണം. നാളെ 2 ഇനം ഇത് ഉണ്ട് സൂര്യകാന്തി. അതുപോലെ തന്നെ നേരത്തെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതൊക്കെ മുട്ട് വന്നതേ ഉള്ളൂ. മുട്ട് വന്ന് നിൽക്കുന്നത്. എന്നാലും എനിക്ക് അത്തപ്പൂ ഇടാനുള്ളതെല്ലാം കിട്ടും. എൻ്റെ സൂര്യകാന്തി എല്ലാം പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തൈയുണ്ട്. അത് താമസിച്ച് പോയി നട്ടത്. ഇത് തൈകൾ മുട്ട് വന്നതേ ഉള്ളൂ. അത് ഒരു വരി നട്ടേക്കില്ല. പക്ഷേ ഇതുവരെ നട്ടിട്ടുണ്ട്. പക്ഷെ അത് താമസിച്ചു പോയി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.